ഓർഗനൈസേഷൻ ഓഫ് ഗ്രീവൻസ് റീഡ്രസൽ സെൽസ് ഈ ടോപ്പിക്കിൽ വരുന്നതാണ് ഗ്രീവൻസ് റീഡ്രസൽ ഓഫ് ടീച്ചേഴ്സ്. സോ മെയിനായിട്ട് ടീച്ചേഴ്സിൻ്റെ കംപ്ലയിൻറ്റ്സ് രജിസ്റ്റർ ചെയ്യുക, എന്നിട്ട് അതിനെങ്ങനെ റെമഡീസ് സൊല്യൂഷൻസ് ഉണ്ടാക്കുക. ഈ ഒരു ടോപ്പിക്കാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ സ്കൂൾ ലെവലിൽ ടീച്ചേഴ്സിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വരുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യേണ്ട അതിന് ഒരു ചെറിയ സ്റ്റെപ്സ് ഉണ്ട്. അത് പറയുന്നത് വെച്ചാൽ ഹെഡ് ടീച്ചറാണ് ഈ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് ദ ഹെഡ് ടീച്ചർ ഈ കംപ്ലയിൻറ്റ്സ് എന്താണെന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് പുള്ളിക്കാരിയാണ് ഇത് സ്കൂൾ ലെവലിൽ ആദ്യം അഡ്രസ്സ് ചെയ്യുക. ഇനി ഇപ്പോൾ ആ ടീച്ചറെ കൊണ്ട് അത് സോൾവ് ആക്കാൻ പറ്റിയില്ല, ഹെഡ് ടീച്ചറിന് അത് പറ്റിയില്ലെങ്കിൽ ഇവർ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കും. ഫസ്റ്റ് ലെവൽ ടീച്ചറാണ്, മീൻസ് ഹെഡ് ടീച്ചറാണ്. ഹെഡ് ടീച്ചറിന് അത് സാധിച്ചില്ലെങ്കിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയാണ്. അതിൽ ഈ ഹെഡ് ടീച്ചറും ഒപ്പം തന്നെ 4 സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ടാവും. ഇങ്ങനെ ഒരു കമ്മിറ്റി ഫോം ചെയ്യും. ഇനിയിപ്പോൾ ആ കംപ്ലയിൻറ്റ്സ് ഹെഡ് ടീച്ചറിന് സോൾവ് ആക്കാൻ പറ്റിയില്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഫസ്റ്റ് പറയുന്നത് അതാണ്. ഇനി മെയിനായിട്ട് ഈ കംപ്ലയിൻറ്റ്സ് പ്രയോറിറ്റി കൊടുക്കുന്നത് മെയിൻലി ഹരാസ്മെൻറ്റ് കംപ്ലയിൻറ്റ്സ് ഫ്രം വുമൺ ടീച്ചേഴ്സ് ആർ അഡ്രസ്ഡ് പ്രോംപ്റ്റ്ലി. അതായത് ഇപ്പോൾ ഈ വുമൺ ടീച്ചേഴ്സിനുണ്ടാകുന്ന ഹരാസ്മെൻറ്റ് കംപ്ലയിൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും ഇതിനകത്ത് പ്രയോറിറ്റി കൊടുക്കുന്നത്. പിന്നെ ഇതിന് അപ്പീൽ ലെവൽസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു 3 ലെവൽസാണ് പറയുന്നത്, അല്ലെങ്കിൽ 3 സ്റ്റേജസ് പറയുന്നുണ്ട്. ഇപ്പോൾ ടീച്ചർ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു സ്കൂൾ ലെവലിൽ, അതായത് ആ ഹെഡ് മിസ്സിൻ്റെ അടുത്ത് ഹെഡ് ടീച്ചറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അതിനൊരു നടപടി ആയില്ലെങ്കിൽ അടുത്ത ലെവൽ, അതാണ് സ്കൂൾ ലെവൽ. അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഒന്നുകിൽ AEOയുടെ അടുത്ത്, അസിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ഓഫീസർ, അല്ലെങ്കിൽ DEO ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ, അങ്ങോട്ടാണ് അടുത്ത അപ്പീൽ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ കംപ്ലയിൻറ്റ് പ്രൊസീഡ് ചെയ്യാനായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവിടെയും റിസോൾവ് ആയില്ലെങ്കിൽ ലെവൽ 3 ഉണ്ട്. അതാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ, DDE. അവിടേക്കാണ് AEO അല്ലെങ്കിൽ DEO ലെവലിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടും അതിന് സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ലെവൽ 3 പോവുക. അപ്പോൾ ഓരോ ലെവലും ടീച്ചേഴ്സിൻ്റെ ഗ്രീവൻസ് റിപ്പോർട്ട് ചെയ്യാനും അത് റിസോൾവ് ചെയ്യാനായിട്ടുള്ള ഇതാണ് ഓരോ ലെവൽസ് എന്നും പറയുന്നത്. പിന്നെ പറയുന്ന പോയിന്റ്, ഈ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റീസ് അല്ലെങ്കിൽ അതായത് ഈ പല സ്ഥലത്ത് പല ലെവൽസിലുള്ള ഈ ഗ്രീവൻസ് റീഡ്രസൽ കമ്മിറ്റീസൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണത് അല്ലെങ്കിൽ അത് ഉണ്ടാക്കിയേക്കണത് ബൈ ദ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആണ് ഈ കമ്മിറ്റീസൊക്കെ ഫോം ചെയ്യുന്നത്. അതുപോലെ പ്രൈവറ്റ് സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്സ് ഓഫ് സ്കൂൾസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഏതിൽ മെൻഷൻ ചെയ്തേക്കണേ, സെക്ഷൻ 2 ക്ലോസ് N സബ് ക്ലോസ് 4 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് ഷാൽ പ്രൊവൈഡ് അഡ്വക്കേറ്റ് മെക്കാനിസം ഫോർ റീഡ്രസൽ ഓഫ് ഗ്രീവിയൻസസ് ഓഫ് ടീച്ചേഴ്സ്. അതായത് ടീച്ചേഴ്സിൻ്റെ ഗ്രീവൻസസ് ഉണ്ടാകുമ്പോൾ അവർക്കത് അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു മെക്കാനിസം ആ സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഒരു മാനേജ്മെൻറ്റ് ഓഫ് സ്കൂളിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് മെൻഷൻ ചെയ്തേക്കുന്നത് സബ് ക്ലോസ് 4 ക്ലോസ് N ഓഫ് സെക്ഷൻ 2 അത് മെൻഷൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും 5 പോയിൻറ്റ്സാണ് നമുക്ക് ഈ ടോപ്പിക്കിലുള്ള. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ടീച്ചേഴ്സ് സ്കൂൾ ലെവലിൽ ഹെഡ് ടീച്ചറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്, അത് പറഞ്ഞു. പിന്നെ അവിടെ റെഡി ആയില്ലെങ്കിൽ സബ് കമ്മിറ്റീസ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. സെക്കൻഡ്ലി പ്രയോറിറ്റീസ്, മെയിൻലി വുമൺ ടീച്ചേഴ്സ് ഹറാസ്മെൻറ്റിൻ്റെ ഒക്കെ ആണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. തേർഡ് നമ്മൾ പറഞ്ഞത് DEOയുടെ അടുത്ത് അല്ലെങ്കിൽ AEOയുടെ അടുത്ത് അപ്പീൽ കൊടുക്കാം. ഇനിയിപ്പോൾ അവിടെയും റെഡി ആയില്ലെങ്കിൽ അടുത്ത സെഷൻ എന്ന് പറയുന്നത് DDEയിലോട്ട് പോവാം, അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. ഫോർത്ത് പോയിന്റ്, ഈ ഗ്രീവിയൻസ് റിഡ്രസൽ കമ്മിറ്റീസ്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ കമ്മിറ്റീസൊക്കെ ഫോം ചെയ്യുന്നത് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ ആണ്. ഫിഫ്ത്ത് പോയിന്റ്, ഈ സ്കൂൾ മാനേജ്മെൻറ്റ് ടീച്ചേഴ്സിന് ഇതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിന് വേണ്ട കറക്റ്റ് മെക്കാനിസംസ് ഉണ്ടാക്കി കൊടുക്കണം. ഇത്രേ ഉള്ളൂ ഓർഗനൈസേഷൻ ഓഫ് ഗ്രീവിയൻസ് റിഡ്രസൽ സെൽസ്.